ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ സുഹൃത്തുക്കളെ. ആക്ച്വലി ഈ മൂവി ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ കാണാൻ പോകണ്ടായോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. കാരണം ഒന്ന് ബേസിക്കലി കുറച്ച് തിരക്കുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് തോന്നിയിരുന്നു. ബട്ട് എന്നാൽ പോലും ആസ് എ മൂവി ലവർ നമ്മൾ ഏത് മൂവിയും നമ്മൾ അല്ലെങ്കിൽ ഏത് ജോണർ നമ്മൾ പിടിച്ച് കാണുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് പോയി കാണാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോയതാണ്. ബട്ട് മാൻ, കണ്ടില്ലായിരുന്നെങ്കിൽ വൺ ഓഫ് ദ നല്ലൊരു അടിപൊളി പടം മിസ്സായ എൻ്റെ സുഹൃത്തുക്കളെ. അങ്ങനത്തെ ഒരു പടമാണ്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ആശാൻ മൂവിയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ദ്രൻ സേട്ടൻ നായകനാവുന്നത്. സോ അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ മാത്രമല്ല, ജോമോൻ ജോർജും നായകനാവുന്നത്. ഇവർ രണ്ടുപേരാണ് ഈ മൂവി രണ്ട് ഷോൾഡറിലായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യുന്നത്. സോ അപ്പോൾ അവർ രണ്ടുപേരും മെയിൻ ലീഡ് റോളായിട്ട് വരുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തേക്കുന്നതും ജോൺ പോൾ ജോർജ്. പുള്ളിക്കാരൻ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗപ്പി മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്തതും പിന്നെ നമ്മുടെ സൗബിനെ വെച്ചുകൊണ്ട് ഈ പുള്ളി അമ്പിളി മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ ജോർജ് ആണ് ഈ പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. പുള്ളി ആക്ച്വലി വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ്, വൺ ഓഫ് ദ കമ്പോസർ ആണ് ഈ മൂവിക്കകത്ത്. കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇന്ദ്രൻ സേട്ടനുണ്ട്, അവിൻ ബിനോ ഉണ്ട്, പിന്നെ ജോമോൻ ജോർജറുണ്ട്, മദൻ ഗൗരി. ആക്ച്വലി പുള്ളിക്കാരൻ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മേ ബി എല്ലാവർക്കും മദൻ ഗൗരി അറിയാം. ചെന്നൈ ബേസ്ഡുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ശോഭി തിലകനുണ്ട്. പുള്ളിക്കാരനും അത്യാവശ്യം എന്താ പറയുക ഒരു നല്ലൊരു റോളാണ്. അതായത് നമ്മുടെ ഇന്ദ്രൻ സേട്ടനും ജോമോൻ ജോർജറൊക്കെ ചെയ്തതുപോലെ ഒരു നല്ലൊരു റോളാണ് പുള്ളിയും ചെയ്തിരിക്കുന്നത്. സോ കമ്മിങ് ടു ദ മൂവി, എൻ്റെ മോനെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര കിടുക്കൻ മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്ന ഇതിലൊരു മൂവിയാണ് സുഹൃത്തുക്കളെ. നമുക്കൊരു ഗപ്പി ഫീല് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അമ്പിളി മൂവി കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീല്, ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇങ്ങനെ കാംനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആണ് സുഹൃത്തുക്കൾ നമുക്ക് ഈ മൂവി കാണുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മൾ നേരത്തെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് മമ്മൂക്കായെ വെച്ചുകൊണ്ടുള്ള അഴകിയ രാവണനായിക്കോട്ടെ, പിന്നെ ഏതാ ബെസ്റ്റ് ആക്ടർ ആയിക്കോട്ടെ നമ്മുടെ മമ്മൂക്കയുടെ, ഇങ്ങനെ ഒരുപാട് പടങ്ങളുമായിട്ടൊക്കെ ഒരുപാട് നമുക്ക് സിമിലാരിറ്റി തോന്നുന്ന ടൈപ്പ് ഓഫ് മൂവിയാണ്. ബട്ട് എന്നാൽ പോലും വേറെ രീതിക്ക് നമുക്ക് കണ്ടിരിക്കാം, നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അത്യാവശ്യം കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രസമായിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് കുറച്ചധികം മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്നാൽ പോലും നോർമൽ ഇതുപോലുള്ള മൂവിയുടെ ലാസ്റ്റ് വരുമ്പോൾ എന്താ പറയുക, അതിനകത്തൊരു പടം കാണിക്കുന്നു, എല്ലാവരും നിന്ന് കൈയടിക്കുന്നു, ആ ഒരു സാധനമൊക്കെ കുറച്ചൊന്ന് മാറ്റി പൊളിച്ചുകൊണ്ട് വേറൊരു ടൈപ്പിലുള്ള ഒരു എൻഡും കാര്യങ്ങളൊക്കെയാണ് ഈ പടം കൊടുത്തേക്കുന്നത്. ഓവറോൾ മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഫീൽ ഗുഡ് തരുന്ന ഒരു മൂവിയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായി പോലെ. പിന്നെ ഈ മൂവി ശരിക്കും ഇത് വർക്കാവുന്നത് അല്ലെങ്കിൽ ശരിക്കും ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യമെങ്കിലും ഒരു മൂവി ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മൂവിയിൽ അഭിനയിക്കണം എന്നൊക്കെ മോഹമായിട്ട് നടന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് ഈ മൂവി ശരിക്കും വർക്കാവുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടും ആക്ച്വലി അവനും ഇതൊരു മൂവിയിൽ അവൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും അവനും ഇതൊരു മൂവി ഡയറക്റ്റ് ചെയ്യണമെന്നും ഒരു മൂവിയിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് അവനും. സോ എനിക്ക് പെട്ടെന്ന് അവനെയൊക്കെയാണ് ഓർമ്മ വന്നത് ഈ പടം കണ്ടപ്പോഴത്തേക്ക്. അവരുടെ ഒരു ആഗ്രഹം ഇതുപോലെയൊക്കെ പോകണിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സോ എനിവേ, അതുപോലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാർക്ക് ഈ പടം ഒന്നുകൂടെ കണക്റ്റ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ ചിലപ്പം ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പിന്നെ അതുപോലെ മറ്റേ തോന്നക്കൽ പഞ്ചത്തിലെ ഓരോ അരിമണികളും പെറുക്കുന്ന ആ ഒരു രീതി, അത് ഇതിനകത്തും അവർ പറയുന്നുണ്ട്. ആ ഡയലോഗും അല്ലെങ്കിൽ അതുപോലൊരു സീനും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കാണിക്കുന്നുണ്ട്. ഓവറോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ മതി ഒരു പീസ്ഫുൾ മൈൻഡോട് കൂടി നിങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങത്തക്ക രീതിക്കുള്ള ഒരു മൂവിയാണ് സുഹൃത്തുക്കളെ ആശാൻ മൂവി. സോ അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, കിടുക്കൻ പെർഫോമൻസ് ആണ്. സോ ഗൈസ്, അപ്പോൾ അതാണ് ആശാൻ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മസ്റ്റായിട്ട് പോയി കാണുക. നല്ലൊരു പടമാണ്. സോ മിസ്സാക്കല്. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.